Algorithm and consequences. നെക്സ്റ്റ് സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഡിവിഷൻ അൽഗോരിതം നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്പേഴ്സിൻ്റെ കേസിലുള്ള ഡിവിഷൻ അൽഗോരിതം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. ഡിവിഷൻ അൽഗോരിതം, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിജേഴ്സ് ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0, then there exists unique integers q and r such that a is equal to bq plus r, where 0 less than equal to r less than mod b. Okay, the next theorem is the analogous statement for polynomials over a field. അപ്പം ഈ പറഞ്ഞ ഡിവിഷൻ അൽഗോരിതം ഇൻഡിജേഴ്സിൻ്റെ കേസിലുള്ളതാണ്. കറസ്പോണ്ടിങ് ഇതിൻ്റെ ഒരു പോളിനോമിയൽസിന് വേണ്ടിയിട്ടുള്ള ഒരു വേർഷനുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പോളിനോമിയൽ റിങ്സിലാണല്ലോ നിൽക്കുന്നത്. Theorem 16.2, division algorithm for f of x. Let f be a field and let f of x, g of x belongs to f of x with g of x not equal to 0, then there exists unique polynomials q of x and r of x in f of x such that f of x is equal to g of x into q of x plus r of x, and either r of x equal to 0 or dig r of x less than dig g of x. ഇപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് പോളിനോമിയൽസിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് എടുക്കുന്നതാണ്. വിത്ത് ജി നോട്ട് ഈക്വൽ ടു 0. ജി നോട്ട് 0 ആണ്. Then there exists unique polynomials q of x and r of x in f of x such that f of x. അപ്പോൾ രണ്ട് പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് q of x എന്നും r of x എന്നും പറയുന്ന രണ്ട് പോളിനോമിയൽസ് വരെ കിട്ടും. such that f of x is equal to g of x into q of x plus r of x ആയിരിക്കും. and either r of x ഒന്നുകിൽ 0 അല്ലെങ്കിൽ dig r of x less than dig g of x ആയിരിക്കും. പ്രൂഫ് നോക്കാം. കേസ് 1, if f of x is equal to 0 or dig f of x less than dig g of x, we set q of x equal to 0 and r of x equal to f of x. കേസ് 1 നോക്കാം. എഫ് ഓഫ് എക്സ് 0 അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാൾ കുറവാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ ഓഫ് എക്സ് 0 ആയിട്ട് ചൂസ് ചെയ്യും. പിന്നെ ആർ ഓഫ് എക്സിനെ എഫ് ഓഫ് എക്സ് ആയിട്ടും എടുക്കും. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സിന് പകരം 0 കൊടുക്കുന്നു, പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കൊടുക്കുന്നു. ആർ ഓഫ് എക്സിന് എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കാം, നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഈ പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. അപ്പോൾ അത് ഓക്കെയാണ്, ഈ കേസിൽ ഓക്കെയാണ്. കേസ് 2, ഡിഗ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഡിഗ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എം. അങ്ങനെ വരുന്ന കേസിൽ ഇത് പ്രൂവ് ചെയ്യണം. let f of x is equal to an x raised to n plus etc plus a naught and g of x is equal to bm x raised to m plus etc plus b naught. രണ്ട് പോളിനോമിയൽസ് എടുത്തു. now we start long division of f of x by g of x. long division ചെയ്യുന്നു. let f1 of x is equal to f of x minus an into bm raised to minus 1 x raised to n minus m into g of x. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന എഫ് എൺ എക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജി ഓഫ് എക്സിനെ എ എൻ ഇൻറ്റു ബി എം റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് എം കൊണ്ട് ഗുണിക്കുമ്പോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ടേം എന്താണ്? ജി ഓഫ് എക്സിൻ്റെ ബി എം ഇൻറ്റു എക്സ് റേസ് ടു എം ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ, അതായത് പോളിനോമിയലിനെ ഈ എക്സ്പ്രഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യത്തെ ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? എ എൻ ഉണ്ടാവും, ബി എം റേസ് ടു മൈനസ് 1 ബി എമ്മും കൂടെ ചേരുമ്പോൾ ഐഡൻറ്റിറ്റി ആവും, പിന്നെ എക്സ് റേസ് ടു എൻ മൈനസ് എമ്മും എക്സ് റേസ് ടു എമ്മും കൂടെ ചേരുമ്പോൾ എക്സ് റേസ് ടു എൻ കിട്ടും. ഓക്കെ, അപ്പോൾ റിമെയിൻ ചെയ്യുന്നത് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ടേം ആയിരിക്കും ആദ്യത്തെ ടേം. അങ്ങനെ മാറും, എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് എക്സിനകത്തുനിന്നും ഈ പറഞ്ഞ എക്സ്പ്രഷൻ കുറയ്ക്കുമ്പോൾ ജി ഓഫ് എക്സിനെ ഈ പറഞ്ഞ എക്സ്പ്രഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ടൈം എ എൻ എക്സ് റേസ് ടു എൻ ആവും. അത് തന്നെയാണ് എഫ് ഓഫ് എക്സിൻ്റെ ആദ്യത്തെ ടൈം. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ f1 of x നമ്മൾ വിളിച്ചിരിക്കുന്നത്. then f1 of x equal to 0 or dig f1 of x less than dig f of x. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകിൽ f1 of x നമുക്ക് 0 കിട്ടും, അതായത് സബ്ട്രാക്ട് ചെയ്യുകയാണ്, നമുക്കറിയില്ല എങ്ങനെയാവും, നമുക്കറിയില്ല. അപ്പോൾ ഒന്നുകിൽ ഇത് 0 കിട്ടും, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി f1 of x ലെസ് ദാൻ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം ഈ എഫ് ഓഫ് എക്സിനകത്തുനിന്നും അതിൻ്റെ ആദ്യത്തെ ആ ടേം മൈനസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ f1 of x
കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ ടൈം ഇല്ല. അപ്പോൾ ഈ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതിനകത്ത് ആ ടൈം ഇല്ലാത്തത് കൊണ്ട് n ഡിഗ്രി എന്തായാലും വരത്തില്ല ഈ എഫ് എൺ ഓഫ് എക്സിന്. അതിനേക്കാളും കുറവേ ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡിഗ് എഫ് എൺ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് എഫ് ഓഫ് എക്സ് ആവുന്നു. സോ ബൈ അവർ ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, ഇപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് നമ്മൾ ആദ്യത്തെ ഒരു കേസിൽ അത് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇനി ഈ എഫ് ഓഫ് എക്സിനേക്കാളും കുറവ് ഡിഗ്രിയുള്ള എല്ലാവർക്കും ഇത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ഇൻഡക്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡക്ഷൻ വെച്ചിട്ട് ഇപ്പോൾ എഫ് വൺ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രീനേക്കാൾ കുറവായതുകൊണ്ട് ദെയർ എക്സിസ് ക്യൂ വൺ ഓഫ് എക്സ് ആൻഡ് ആർ വൺ ഓഫ് എക്സ് ഇൻ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എഫ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ് വേർ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ ഡിഗ് ആർ വൺ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് ജി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ക്യൂ വണ്ണും ആർ വണ്ണും കിട്ടും. ഈ പറഞ്ഞ പോലെ എഫ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സിൻ്റെ ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ് എന്ന രീതി എഴുതാൻ കഴിയുന്ന രീതിയിൽ വേർ ആർ വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ ഡിഗ് ആർ വൺ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് ജി ഓഫ് എക്സ്. ഓക്കെ, ദസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു ബി എം റേസ് ടു -1 എക്സ് റേസ് ടു എൻ മൈനസ് എം ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് നമുക്ക്, അതായത് എങ്ങനെ കിട്ടുന്നത്, നമ്മൾ എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എന്നുള്ളതിനകത്തുനിന്ന് എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചിരിക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ ബി എം റേസ് ടു -1 എക്സ് റേസ് ടു എൻ മൈനസ് എം ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എ എൻ ബി എം റേസ് ടു -1 എക്സ് റേസ് ടു എൻ മൈനസ് എം ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എഫ് വൺ ഓഫ് എക്സ് എന്താണ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ വൺ ഓഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് കോമൺ എടുക്കുന്നു എ എൻ ഇൻറ്റു ബി എം റേസ് ടു -1 എക്സ് റേസ് ടു എൻ മൈനസ് എം പ്ലസ് ക്യൂ വൺ ഓഫ് എക്സ് ഇൻറ്റു പുറത്ത് ജി ഓഫ് എക്സ് വരും പ്ലസ് ആർ വൺ ഓഫ് എക്സ്. സോ ദ പോളിനോമിയൽസ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, നമ്മൾ ക്യൂ ഓഫ് എക്സ് എന്ന് ഈ ജി ഓഫ് എക്സിൻ്റെ കൂടെ എഴുതിയിരിക്കുന്നതിന് ക്യൂ ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. അതെഴുതി. ആൻഡ് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആർ വൺ ഓഫ് എക്സ് ഹാവ് ദി ഡിസൈഡ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ പറഞ്ഞ രീതി നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ എൻ്റെ ജി എഫ് എക്സ് പ്ലസ് ആർ വൺ ഓഫ് എക്സ് നമ്മൾ എഴുതി കാണിച്ചു. ടു പ്രൂവ് യൂണീക്നെസ്സിന് യൂണീക്നെസ് കൂടെ പ്രൂവ് ചെയ്യാറുണ്ട്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ബാർ എക്സ് പ്ലസ് ആർ ബാർ എക്സ്. രണ്ട് എക്സ്പ്രഷൻ ഉണ്ടെന്ന് നമ്മൾ എടുക്കുന്നു. വേറെ ആർ ഓഫ് ഈ രണ്ടെണ്ണത്തിനകത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതാണ് എഴുതിയിരിക്കുന്നത്. വേറെ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ ഡിഗ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് ജി ഓഫ് എക്സ് ആൻഡ് r bar of x is equal to 0 or dig r bar of x less than dig g of x. Subtracting these two equations we obtain 0 equal to g of x into q of x minus q bar of x plus r of x minus r bar of x or r bar of x minus r of x equal to. അപ്പോൾ ഇത് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് എക്സ്പ്രഷൻ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ട് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് 0 കിട്ടും. റൈറ്റ് സൈഡിലുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ആർ ഓഫ് എക്സ് മൈനസ് ആർ ബാർ ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അതായത് എൻ്റെ കൂടുതലേ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഉള്ളിലുള്ള എന്താണ് ഒരെണ്ണം തിരിഞ്ഞു വരും. ആ തിരിഞ്ഞു വരുന്ന ഏതാണെന്ന് വെച്ചാൽ ആർ ഓഫ് എക്സ് മൈനസ് ആർ ബാർ ഓഫ് എക്സ് എന്നുള്ളത് ആർ ബാർ ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ് ആവും ഇക്വൽ ടു ജി ഓഫ് എക്സ് ഉണ്ട്. മറ്റേത് അതുപോലെ ക്യൂ എക്സ് മൈനസ് ക്യൂ ബാർ ഓഫ് എക്സ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്താണ് ഈ ആറും ആർ ബാറും അതിൻ്റെ എല്ലാം ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ്റെ ഡിഗ്രീനേക്കാളും കുറവാണെന്നാണ് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ ആറിൽ നിന്ന് ആർ ബാർ കുറയ്ക്കുമ്പോൾ ഉള്ള പോളിനോമിയലാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ ജി എന്ന് പറയുന്ന ഒരു പോളിനോമിയലെ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് മൈനസ് ക്യൂ ബാർ ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു പോളിനോമിയൽ രണ്ടുകൂടെ പ്രോഡക്റ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ജിയുടെ ഡിഗ്രി ഇൻറ്റു ആ കൂടെ ഉള്ളതിൻ്റെ ഡിഗ്രി ആയിരിക്കും. കൂടെ ഉള്ളത് ചിലപ്പോൾ കോൺസ്റ്റൻ്റ് ആവാം. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഗ്രി 0 ആവും. എന്തായാലും റൈറ്റ് സൈഡിൽ അറ്റ്ലീസ്റ്റ് ജിയുടെ ഡിഗ്രി എങ്കിലും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ആർ മൈനസ് അതിൻ്റെ ഒരു ഇതിൻ്റെ ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ഡിഗ്രി എന്തായാലും ജീൻ്റെ ഡിഗ്രീനേക്കാളും കുറവാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെയും കുറവാണ്. ഓരോന്നിൻ്റെയും കുറവാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെയും കുറവാണ്. അതുകൊണ്ട് ജീൻ്റെ ഡിഗ്രീനേക്കാളും കുറവാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് എടുത്തപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇങ്ങനെ വരുന്നത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആർ ബാർ ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ് 0 ആയിരിക്കണം, ഓർ ദ ഡിഗ്രി ഓഫ് ആർ ബാർ ഓഫ് എക്സ് മൈനസ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ദാറ്റ് ഓഫ് ജി ഓഫ് എക്സ് അതെങ്കിലും ആവണം. കാരണം റൈറ്റ് സൈഡിലെ ഏറ്റവും കുറഞ്ഞു വരാവുന്ന ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂ മൈനസ് ക്യൂ ബാർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഉള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രിയും കൂടെ ചേർന്നായിരിക്കും ഈ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെ ഡിഗ്രി വരുന്നത്.
പക്ഷേ ഇത് ഒരിക്കലും പോസിബിൾ അല്ല, കാരണം ആറിൻ്റെയും ആർ ബാറിൻ്റെ ഒക്കെ ഡിഗ്രി ജീനേക്കാളും കുറവാണല്ലോ. അപ്പം ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെ ഡിഗ്രി ഒരിക്കലും ജീൻ്റെ ഡിഗ്രിയുടെ അത്രയും വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആർ ബാർ മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള ആർ അത് 0 ആയേ പറ്റുള്ളൂ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് 0 ആവണം. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡ് 0 ആവണമെങ്കിൽ ജി 0 ആവത്തില്ല. അതിൻ്റെ കൂടെ ഉള്ളത് ജി 0 നമ്മൾ 0 അല്ലെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ കൂടെ ഉള്ളത് 0 ആവണം. അപ്പോൾ ആർ ബാർ മൈനസ് ആർ 0 ആവണം, ക്യൂ മൈനസ് ക്യൂ ബാർ 0 ആവണം. അപ്പോൾ ആർ ബാർ ഈക്വൽ ടു ആർ ആയിരിക്കും, ക്യൂ ഈക്വൽ ടു ക്യൂ ബാർ ആയിരിക്കും. ഹെൻസ് ദ യുണീക്നെസ്. ഓക്കെ. The polynomials q of x and r of x in the division algorithm are called the quotient and remainder in the division of f of x by g of x. അപ്പോൾ ഇതിനെ quotient എന്ന റിമൈൻഡർ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. When the ring of coefficients of a polynomial ring is a field, we can use the long division process to determine the quotient and remainder. അപ്പോൾ ഇതിനെ quotient and remainder എന്ന് വിളിക്കുന്നു പറഞ്ഞു. പിന്നെ റിംഗ് ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് അത് ഇനി ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോങ് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ അതിന് ഫീൽഡ് ആവുന്ന എന്തിനാണ് ഫീൽഡ് വരുന്നത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കൂ. 3x⁴ + x + 1 റിംഗ്, അതായത് റിംഗ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം നമ്മളിവിടെ ഡിവൈഡ് ചെയ്യണമെങ്കിലേ അവിടെ കണ്ടില്ലേ 2x² + 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3/2 എന്നൊക്കെ വരണം. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള എന്താണ് കോഷ്യൻ്റ് 3/2 x², അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ഇതിനകത്ത് വരണമെങ്കിൽ 3/2 ഒക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അതൊരു ഫീൽഡായല്ലേ പറ്റുള്ളൂ. അതായത് വെറും ഇൻഡിജേഴ്സിൻ്റെ മാത്രം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല, ഇത് ഫീൽഡ് റിയൽ നമ്പേഴ്സിൻ്റെ ഫീൽഡിനകത്തുനിന്നും വരുന്ന എന്താണ് പോളിനോമിയൽസ് ആണ്. ഇപ്പോൾ 3/2 ഒക്കെ 3/2 x² ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു എന്താണ് ഒരു സെറ്റ് വേണമെങ്കിൽ അത് ഫീൽഡായിരിക്കണം. സോ അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, -3x² + x + 1 -3x² + x + 1 = ഈ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 3x⁴ + x ഈ പറഞ്ഞ രീതിയിൽ എഴുതിയേക്കുക. ഓക്കെ. ആദ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ f1 of x = എന്നും പറഞ്ഞുകൊണ്ട് f1 ആണ് ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്നത്, -3x² + x + 1 ഇങ്ങനെ എഴുതി. ഇൻ ജനറൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ് bmx⁴ + etc. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം anx⁴ + etc. സോ f1 of x = നമുക്ക് എന്ത് കിട്ടും, anx⁴ + etc. -an bm⁻⁻1 x⁻n - bmx⁻m + etc. Example 1. Find the quotient and remainder upon dividing f of x = 3x⁴ + x³ + 2x² + 1 by g of x = x² + 4x + 2. ക്വസ്റ്റ്യൻ ആണ്. കോഷ്യൻ്റ് റിമൈൻഡർ കണ്ടുപിടിക്കണം. എഫും ജിയും തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും Z5 of x-നകത്തുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പം നമ്മൾ 3x⁴ + x³ + 2x² + 1 ഡിവൈഡ് ബൈ അത് ചെയ്യുന്നു. സാധാരണ പോളിനോമിയൽസിൻ്റെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാമല്ലോ. ഡിവൈഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. പിന്നെ ഈ പ്രത്യേകത Z5 of x-ലുള്ളതായതുകൊണ്ട് കോഎഫിഷ്യൻസിനെ എല്ലാം Z5 എലമെൻറ്റ്സ് ആക്കി മാറ്റണം. അപ്പോൾ ഏറ്റവും താഴെ കണ്ടില്ലേ, നമുക്ക് -3x + 2 എന്ന് വന്നതിനെ 2x + 2 എന്ന് എഴുതണം. കാരണം -3 എന്ന് പറയുന്ന Z5-നകത്ത് 2 ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് 2x + 2 കിട്ടി. ഇപ്പോൾ എവിടെ വരെ നമ്മൾ ചെയ്യുന്നേ, ഇത് നമ്മുടെ ഡിവിഡൻ്റായ x² + 4x + 2ൻ്റെ ഡിഗ്രീനേക്കാളും കുറഞ്ഞ ഡിഗ്രി ഉള്ള ഒരു റിമൈൻഡർ കിട്ടുന്നവരെ ചെയ്യും. അപ്പോൾ നമുക്ക് 2x + 2 കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ f of x = g of x × q of x + r of x ഫോമിൽ എഴുതി. Let D be an integral domain. If f of x and g of x belongs to D of x, we say that g of x divides f of x in D of x, and we write g of x divides h of x if there exists an അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ജി ഓഫ് എക്സ് ഡിവൈഡ്സ് എച്ച് ഓഫ് എക്സ് അല്ല, ജി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് ആണേ. ജി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദർ എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ബിലോങ്സ് ടു ഡി ഓഫ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് = ജി ഓഫ് എക്സിൻ്റെ എച്ച് ഓഫ് എക്സ്. നമ്മൾ സാധാരണ നമ്പേഴ്സിൻ്റെ കേസിൽ പറയുന്നത് ഇപ്പോൾ എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ ബി = എ സി എന്ന ഫോമിൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഒരു സി ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണിത്.
ജി കൊണ്ട് എഫിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ അവിടെ ഒരു എച്ച് ഉണ്ടാവും സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു എച്ച് ഓഫ് എക്സ്. ഇൻ ദിസ് കേസ് വി കോൾ ജി എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജീനെ എഫിൻ്റെ ഫാക്ടർ എന്നാണ് വിളിക്കുക. ആൻഡ് എലമെൻറ്റ് എ ഈസ് എ സീറോ ഓഫ് എ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു സീറോ. എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എഫ് ഓഫ് എക്സിൻ്റെ സീറോ ആവണമെങ്കിൽ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സീറോ എന്ന് പറയുന്ന ടേം മറക്കരുത്. ലെറ്റ് എഫ് ബി എ ഫീൽഡ് A belongs to F and f of x belongs to capital F of x. We say that A is a zero of multiplicity k greater than or equal to 1 if x minus a raised to k is a factor of f of x, but x minus a raised to k plus 1 is not a factor of f of x. F എന്ന് പറയുന്നൊരു ഫീൽഡ് A belongs to F ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പോളിനോമിയൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്നത് സീറോ ഓഫ് മൾട്ടിപ്ലിസിറ്റി കെ എന്ന് പറയണമെങ്കിൽ എക്സ് മൈനസ് എ റേസ് ടു കെ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടർ ആയിരിക്കണം. പക്ഷേ എക്സ് മൈനസ് എ റേസ് ടു കെ പ്ലസ് 1 ഈസ് നോട്ട് എ ഫാക്ടർ. അതായത് അതിൻ്റെ മാക്സിമം വരുന്ന ഫാക്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. ആ മാക്സിമം വരുന്ന പവർ, ആ പവറാണ് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്, സീറോയുടെ മൾട്ടിപ്ലിസിറ്റി. Corollary 1, remainder theorem. Let F be a field and A belongs to F and f of x belongs to capital F of x. Then f of a is the remainder in the division of f of x by x minus a. എഫ് എന്ന് പറയുന്ന ഫീൽഡ്, എ എന്ന് പറയുന്ന ഫീൽഡിൽ നിന്നുള്ള ഒരു എലമെൻറ്റ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിലുള്ള ഒരു പോളിനോമിയൽ. ദെൻ എഫ് ഓഫ് എ ഈസ് ദ റിമൈൻഡർ ഇൻ ദ ഡിവിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എ. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എന്നാണ് റിമൈൻഡർ തിയറം പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് റിമൈൻഡർ തിയറം എന്നായിരിക്കാം ഈ കൊറോളറി ചോദിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ പഠിക്കുക, എല്ലാ തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിക്കുക. ഡിവൈഡിങ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എ, എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ദെൻ വി ഗെറ്റ് ദ കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ ക്യൂവും ആറും കിട്ടും. ഡിവിഷൻ അൽഗോരിതത്തിൽ പറയുന്നതാണ്, ഇങ്ങനെ കിട്ടും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജിയുടെ സ്ഥാനത്ത് എക്സ് മൈനസ് എ ആണ്. അപ്പോൾ എക്സ് മൈനസ് എൻ്റെ ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. സിൻസ് dig x minus a equal to 1, dig r of x is equal to 0, or r of x is equal to 0. dig r of x is equal to 1. ഇപ്പോൾ എക്സ് മൈനസ് എയുടെ ഡിഗ്രി 1 ആണ്, അതായത് ജിയുടെ ഡിഗ്രി 1 ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനകത്തൊരു ആറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആറിൻ്റെ ഡിഗ്രി 0 ആയിരിക്കും, അല്ലെങ്കിൽ ആറെന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോറി, ആറെന്ന് പറയുന്നത് നമ്മൾ ഡിവിഷൻ അൽഗോരിതം പഠിച്ചപ്പോൾ പറഞ്ഞത് ഒന്നുകിൽ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഡിഗ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ് ജി ഓഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജി ഓഫ് എക്സ് ആയ എക്സ് മൈനസ് എയുടെ ഡിഗ്രി തന്നെ 1. അപ്പോൾ ആർ ഓഫ് എക്സ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞൊരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഡിഗ് ആർ ഓഫ് എക്സ് 0 അല്ലെങ്കിൽ അതായത് അതിൽ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിഗ് 0 ആവുകയാണ്. ഡിഗ് ആർ ഓഫ് എക്സ് ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ ആർ ഓഫ് എക്സ് 0 ആവണം, ഈ പോസിബിലിറ്റിയേ ഉള്ളൂ. സോ ആർ ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും ആർ ഓഫ് എക്സ് 0 ആയാലും ആർ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഡിഗ് ആർ ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാലും അത് അവിടെ എന്താ ആർ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ആർ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഓൾസോ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എ. അപ്പം നമ്മൾ ഈ എന്താണ് ആ ഇക്വേഷനകത്തിൽ എക്സിന് എ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എ മൈനസ് എ എന്ന് പറയുന്നത് 0 കിട്ടും. 0 പ്ലസ് ആർ ഓഫ് എ എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ആർ ഓഫ് എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റിമൈൻഡർ പറഞ്ഞെന്താണ്, എഫ് ഓഫ് എ ഇസ് ദ റിമൈൻഡർ ഇൻ ദ ഡിവിഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ റിമൈൻഡർ ആയ ആർ ഓഫ് എക്സ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായി, എഫ് ഓഫ് എ ആയിട്ട് മാറി. അപ്പോൾ റിമൈൻഡർ എന്താണ്, എഫ് ഓഫ് എ ആണ്. Corollary 2, factor theorem. Let F be a field, A belongs to F and f of x belongs to f of x. Then A is a zero f of x if and only if x minus a is a factor of f of x. എഫ് എന്ന് പറയുന്നൊരു ഫീൽഡ്, എ എന്ന് പറയുന്ന എഫിലെ ഒരു എലമെൻറ്റ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിലെ എലമെൻറ്റ്, ദെൻ എ എന്ന് പറയുന്ന ഒരു 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് എക്സ് മൈനസ് എ ഇസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഫ്രം ദി എബോ കൊറോളറി നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഇസ് എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫസ്റ്റ് സപ്പോസ് ദാറ്റ് എ ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു 0 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ,
എ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ എഫ് ഓഫ് എ എന്തായിരിക്കും, നമുക്ക് 0 ആയിരിക്കും. അങ്ങനെയാണ് ഇക്വേഷൻ 1-ൽ നിന്ന് എന്ത് കിട്ടും, എഫ് ഓഫ് എക്സ് ഇസിക്കൽ എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടിയില്ലേ. കാരണം ഇങ്ങനെ എഴുതി, എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ ഇൻറ്റു ഒരു പോളിനോമിയൽ എന്ന് എഴുതി. അപ്പം ഫാക്ടർ ആവുന്ന എപ്പോഴാണെന്നൊക്കെ നമ്മൾ കണ്ടു. എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ എന്ന് കിട്ടി. കോൺവേഴ്സ്ലി നമ്മൾ പറയുന്നു എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ആണെന്ന് എഴുതുന്നു. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു ഒരു പോളിനോമിയൽ എന്ന് എഴുതാം. അപ്പോൾ അത് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ക്യൂ തന്നെ എഴുതി. ക്യൂ തന്നെ ആവണമെന്നില്ല, അതിനെ ക്യൂ എന്ന് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. ജിയോ ഏത് വേണേലും ആകാം. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു എ ഇട്ട് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ മൈനസ് എൻ്റെ ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈക്വൽ ടു 0 ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്. ബൈ ഡെഫിനിഷൻ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി കൊറോളറി 3, പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി എൻ ഹാവ് അറ്റ് മോസ്റ്റ് എൻ സീറോസ്. അതാണ് കൊറോളറി 3 പറയുന്നത്. ഈ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ ഓവർ എ ഫീൽഡ് ഹാസ് അറ്റ് മോസ്റ്റ് എൻ സീറോസ് കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി. ഡിഗ്രി എൻ ഉള്ളൊരു പോളിനോമിയലിന് ഓവർ എ ഫീൽഡിൽ എൻ സീറോസ് ആയിരിക്കും ഉണ്ടാവുക. എണ്ണമാണ് മൾട്ടിപ്ലിസിറ്റി, അതായത് ഒന്നിലധികം പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ എണ്ണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി പ്രൂവ് ദിസ് തിയറം ബൈ ഇൻഡക്ഷൻ ഓൺ എൻ. ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർലി എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 0 ഓവർ എ ഫീൽഡ് ഹാസ് നോ സീറോസ്. അപ്പം ഒരു പോളിനോമിയൽ ഡിഗ്രി 0 എടുത്തു കഴിഞ്ഞാൽ, അതായത് കോൺസ്റ്റൻറ്റ് പോളിനോമിയലുകളാണ്. ആ കോൺസ്റ്റൻറ്റ് പോളിനോമിയലിന് സീറോസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ കേസിൽ അത് ട്രൂ ആയി. നൗ സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ഡിഗ്രി എൻ ഓവർ എ ഫീൽഡ് ആൻഡ് ഈസ് എ 0 എഫ് ഓഫ് മൾട്ടിപ്ലിസിറ്റി കെ. എഫ് ഓഫ് എക്സിൻ്റെ ഒരു 0 ആണ് ഇത് എ, അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. മൾട്ടിപ്ലിസിറ്റി കെ ആണെങ്കിൽ എക്സ് മൈനസ് ചെയ്ത ഹോൾ ടു കെ അതിൻ്റെ ഫാക്ടറാണ്. എക്സ് മൈനസ് ചെയ്ത ഹോൾ ടു കെ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ഫാക്ടർ ആയതുകൊണ്ട് അതിൻ്റെ മാക്സിമം പവറാണ് കെ. അപ്പോൾ അത് ആൻഡ് ക്യൂ ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം ക്യൂ ഓഫ് എ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ക്യൂവിനകത്ത് വീണ്ടും ഒരു ഫാക്ടർ വരും. ഏതിൻ്റെ, എക്സ് മൈനസ് എയുടെ ഫാക്ടർ വരും, തൊട്ട് മുമ്പ് പഠിച്ച കൊറോളറി വെച്ചിട്ട്. അപ്പോൾ വീണ്ടും ഈ എഫ് ഓഫ് എക്സിനകത്തിൽ എക്സ് മൈനസ് എ ദ ഹോൾ ടു കെ പ്ലസ് 1 എന്ന് വരും. അങ്ങനെ വരാൻ പറ്റത്തില്ല. അപ്പോൾ ക്യൂ ഓഫ് എക്സ് പിന്നെ ഈ ക്യൂ ഓഫ് എ 0 ആകാൻ പാടില്ല. ആൻഡ് since n is equal to dig f of x is equal to dig x minus a the whole raised to k into q of x equal to n എന്ന് പറഞ്ഞാൽ dig f of x ആണ് equal to dig f of x is equal to dig x minus a the whole raised to k into q of x. രണ്ട് സെയിം ആണല്ലോ. equal to x minus a യുടെ ഡിഗ്രി k ആണ്, k പ്ലസ് മറ്റേതിൻ്റെ ഡിഗ്രി q of x. we have k less than or equal to n. If f of x has no zeros other than a. ഇനി എഫ് ഓഫ് എക്സിന് എ അല്ലാതെ വേറെ സീറോസ് ഒന്നും ഇല്ലെങ്കിൽ വി ആർ ഡൺ. കാരണം അറ്റ്മോസ്റ്റ് എൻ സീറോസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കെ എന്ന് പറയുന്ന കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്. കെ നമ്പർ ഓഫ് സീറോസേ ഉള്ളൂ എന്നാകും. അപ്പോൾ അത് ട്രൂ ആവും. ഓൺ ദി അതർ ഹാൻഡ് ഇനി അങ്ങനെയല്ല, ഇനി മറ്റൊരു 0 ഉണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നൊരു 0 ഉണ്ട് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എ. എ അല്ലാത്തൊരു 0 ഉണ്ട് ആൻഡ് ബി ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്. ദെൻ 0 ഈക്വൽ ടു എഫ് ഓഫ് ബി, കാരണം ബി ഈസ് എ 0 ആണ്, ഈക്വൽ ടു ബി മൈനസ് എ ദ ഹോൾ റൈസ്ഡ് ടു കെ ഇൻറ്റു ക്യൂ ഓഫ് ബി. സോ ദാറ്റ് ബി ഈസ് ഓൾസോ എ 0 ഓഫ് ക്യൂ ഓഫ് എക്സ് വിത്ത് ദ സെയിം മൾട്ടിപ്ലിസിറ്റി ആസ് ഇറ്റ് ഹാസ് ഫോർ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി മൈനസ് എ എന്ന് പറയുന്നത് ഇപ്പം എന്ത്, ബി മൈനസ് എ ദ ഹോൾ റൈസ്ഡ് ടു കെ ഇൻറ്റു ക്യൂ ഓഫ് ബി നമുക്ക് 0 എന്ന് കിട്ടി. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി മൈനസ് എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകത്തില്ല, കാരണം ബി എയും ഈക്വൽ അല്ല. അപ്പോൾ ക്യൂ ഓഫ് ബി എന്താവും? 0 ആവണം. ഓക്കെ, സോ ബി ഈസ് ഓൾസോ എ 0 ക്യൂ ഓഫ് എക്സ് വിത്ത് ദ സെയിം മൾട്ടിപ്ലിസിറ്റി ആസ്. അപ്പോൾ ക്യൂവിൻ്റെ ഒരു റൂട്ടാണ് ബി. അപ്പോൾ ബി എന്ന് പറയുന്ന ക്യൂവിനകത്തിൽ എത്ര മൾട്ടിപ്ലിസിറ്റി ബിയിലുണ്ടോ അത്രയും തന്നെ എഫ് ഓഫ് എക്സിനും അതേ മൾട്ടിപ്ലിസിറ്റി വരും. എക്സ് മൈനസ് ബി എന്ന് പറയുന്ന ആ ഫാക്ടർ അത്രയും പ്രാവശ്യം മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവും അതിനും. കാരണം ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ ക്യൂവിൻ്റെ സീറോസ് എല്ലാം എഫിൻ്റെയും സീറോസ് ആണ്, ക്യൂവിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം എഫിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ബൈ ദി സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? വി നോ ദാറ്റ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന അതിൻ്റെ ഡിഗ്രി എഫ് ഓഫ് എക്സിനേക്കാളും ചെറുതാണ്. സെക്കൻഡ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന എഫിൽ താഴെ ഡിഗ്രി ഉള്ള എല്ലാവർക്കും റിസൾട്ട് ട്രൂ ആണെന്നാണ്. അപ്പോൾ ക്യൂവിന് റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ ക്യൂവിന് അറ്റ്മോസ്റ്റ് ഡിഗ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എൻ മൈനസ് കെ ആണല്ലോ. നിങ്ങളിത് നോക്കിയാൽ മനസ്സിലാവും, എൻ മൈനസ് കെ ആണ്. അപ്പോൾ അത്രയും അറ്റ്മോസ്റ്റ് എൻ മൈനസ് കെ സീറോസേ വരാൻ പാടുള്ളൂ കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി. അപ്പോൾ എഫ് ഓഫ് ഡിഗ് ക്യൂവിന് എത്രയാണ്? അപ്പം എഫിന് എത്രയായിരിക്കും?
എഫിൻ്റെ ടോട്ടൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിഗ്രി എന്താ വരിക? എൻ പ്ലസ് ഡിഗ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ മൈനസ് കെ ഈക്വൽ ടു എൻ സീറോസ് ആയിരിക്കും അറ്റ്മോസ്റ്റ് ഉണ്ടാവുക കൗണ്ടിങ് മൾട്ടിപ്ലിസിറ്റി. ഓക്കെ. റിമാർക്ക് കൊറോളറി 3 ഈസ് നോട്ട് ട്രൂ ഫോർ ആർബിട്രറി പോളിനോമിയൽ റിങ്സ്. അപ്പോൾ ഇത് ആർബിട്രറി ആയിട്ടുള്ള പോളിനോമിയൽ റിങ്സിന് ഇത് ട്രൂ അല്ല. ഫോർ എക്സാമ്പിൾ ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഹാസ് 4 സീറോസ് ഇൻ Z6. Z6 കണ്ടോ? അങ്ങനെ എഴുതിയിരിക്കുന്നു. അതിനകത്തിൽ ടിക്കും ഇൻറ്റു മാർക്കും കണ്ടില്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 സീറോസ് ആയിട്ട് വരുന്നവരെയാണ് ഞാൻ ആ ടിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 4 സീറോസ് ഉണ്ട്, പക്ഷേ ഇതിന് എത്ര ഡിഗ്രിയേ ഉള്ളൂ? 2 ഡിഗ്രിയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ എഫ് ഫീൽഡ് ആവണം, അതായത് എഫ് ഫീൽഡ് ആവണം. എഫ് ഓഫ് എക്സിൽ നിന്നായിരിക്കണം നമ്മൾ എടുക്കുന്നത്. Z6 എന്ന് പറയുന്നത് Z6 ഓഫ് എക്സ് അല്ലെങ്കിൽ Z6 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫീൽഡ്. ഫീൽഡ് ആവുന്നത് ZP എന്ന് പറയുന്നതിനകത്തിൽ പി പ്രൈം ആവുമ്പോൾ മാത്രമാണ് അത് ഫീൽഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ അത് ഫീൽഡ് അല്ല, അതുകൊണ്ടാണ് അതിന് സാറ്റിസ്ഫൈ ചെയ്യാത്തത്. എക്സാമ്പിൾ 2 ദ കോംപ്ലക്സ് സീറോസ് ഓഫ് x raised to n minus 1. വി വിൽ ഫൈൻഡ് ഓൾ കോംപ്ലക്സ് സീറോസ് ഓഫ് x raised to n minus 1. x raised to n minus 1ൻ്റെ കോംപ്ലക്സ് സീറോസ് നമ്മൾ കണ്ടുപിടിക്കും. ലെറ്റ് ഒമേഗ ഈസ് ഈക്വൽ ടു കോസ് 360/n പ്ലസ് ഐ സൈൻ 360/n. ഓക്കെ. ദെൻ ബൈ ഡി മോവിയസ് തിയറം വി ഗെറ്റ് ഒമേഗ റൈസ് ടു n ഈസ് ഈക്വൽ ടു 1. ഒമേഗ നമ്മൾ എങ്ങനെ വിളിച്ചു? ഒമേഗനെ എങ്ങനെ വിളിച്ചു? ഡി മോവിയസ് തിയറം വെച്ചിട്ട് നമ്മൾ ഒമേഗ റൈസ് ടു n എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? കോസ് n ഇൻറ്റു 360/n പ്ലസ് ഐ ഇൻറ്റു സൈൻ n ഇൻറ്റു 360/n നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഒമേഗ റൈസ് ടു n ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ആൻഡ് ഒമേഗ റൈസ് ടു k നോട്ട് ഈക്വൽ ടു 1 ഫോർ 1 ലെസ് ദാൻ ഈക്വൽ ടു k ലെസ് ദാൻ n. ഇപ്പോൾ n താഴെയുള്ള ഒന്നിനും ഒമേഗ റൈസ് ടു n എന്താവത്തില്ല? 1 ആവത്തില്ല. കാരണം നമ്മൾ ഒമേഗ റൈസ് ടു ഒരു നമ്പർ എടുത്തപ്പോൾ കൊടുക്കുകയാണ്. ഒമേഗ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? കോസ് 2 ഇൻറ്റു 360/n പ്ലസ് ഐ സൈൻ 2 ഇൻറ്റു 360/n അങ്ങനെ വരിക. അപ്പം 2 കഴിഞ്ഞ് 3 കഴിഞ്ഞു അങ്ങനെ അതിനൊന്നും അത് ക്യാൻസൽ ആവത്തില്ല. അപ്പം അവസാനം കോസ് n ഇൻറ്റു 360/n വന്നാലേ നമുക്ക് n ക്യാൻസലായിട്ട് അവിടെ ആൻസർ എന്താവുള്ളൂ? 1 ആവുള്ളൂ. ദസ് ഈച്ച് ഓഫ് ഒമേഗ ഒരു 1 ഒമേഗ ഒമേഗ സ്ക്വയർ അങ്ങനെ ഒമേഗ റൈസ് ടു n മൈനസ് 1 ഇതെല്ലാം എക്സ് റൈസ് ടു n മൈനസ് എക്സ് റൈസ് ടു n മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ഞാൻ ഒമേഗ സ്ക്വയർ റൂട്ടാണെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നുണ്ട്. ഒമേഗ സ്ക്വയർ റൈസ് ടു n ഈസ് ഈക്വൽ ടു അതിന് ഒമേഗ റൈസ് ടു n ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഒമേഗ റൈസ് ടു n എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദ കോംപ്ലക്സ് നമ്പേഴ്സ് ഒമേഗ ഇൻ എക്സാമ്പിൾ 2 ഈസ് കോൾഡ് എ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി. എക്സാമ്പിൾ 2 പറഞ്ഞിട്ടുള്ള ഒമേഗനെ നമ്മൾ പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് വിളിക്കുന്നു. ഡെഫിനിഷൻ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ. എ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ ആർ ഇൻ വിച്ച് എവരി ഐഡിയൽ ഹാസ് ദ ഫോം ഐഡിയൽ ജനറേറ്റഡ് ബൈ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആർ ഐ സച്ച് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ ഫോർ സം എ ഇൻ ആർ. ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ ഞാൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രൽ ഡൊമെയിനാണ് ഇൻ വിച്ച് എവരി ഐഡിയൽ എല്ലാ ഐഡിയലിൻ്റെ ഫോം സൈക്ലിക് ഐഡിയൽ ജനറേറ്റഡ് ബൈ എ ഈക്വൽ ടു ആർ ഐ സച്ച് ദാറ്റ് ആർ ബിലോങ്സ് ടു ആർ. ഈ ഫോമിൽ എഴുതാൻ കഴിയുമെങ്കിൽ എല്ലാ ഐഡിയലിനെ ഇങ്ങനെ എഴുതാൻ കഴിയുമെങ്കിൽ അതിനെ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ എന്ന്, അതായത് ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയണം. ഓരോ ഐഡിയൽ എടുത്താലും അതിനെ ഏതെങ്കിലും ഒരു എലമെൻ്റ് കൊണ്ട് ഈ രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രൽ ഡൊമെയിനെ നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്തൊരു തിയറമാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.